ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു കാച്ചിയ മോര് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ സദ്യയിലൊക്കെ ഐറ്റത്തിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു എളുപ്പക്കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വലിയ മുളകാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ. ബജി മുളകിനെക്കാട്ടിലും കുറച്ചും കൂടി ചെറുതും, എന്നാൽ കറി വയ്ക്കുന്ന മുളകിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതും. കറി വയ്ക്കുന്ന മുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനൊരു 10 അല്ലി ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് എടുക്കേണ്ടത് ഇഞ്ചിയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. വെറും 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ 1/2 സ്പൂണോളം കടുക്, അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 സ്പൂണോളം ക്യൂമിൻ സീഡ്, ചെറിയ ജീരകം ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, ചെറിയ ഉള്ളി നിർബന്ധമാണ് കേട്ടോ. ഇതുപോലെ ചതച്ചെടുക്കണം, അരച്ചെടുക്കരുത്. ഇനി കറിവേപ്പില ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമ്മുടെ ജോലി കഴിയും. തലേ ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കണം. എന്നാലാണ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതിൽ നല്ലോണം മസാലയൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ മുളക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് വരണം. സാധാരണ നമ്മൾ കാച്ചിയ മോരുണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റിയാണ്, ഈസിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതാ മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകിൻ്റെ ഈ ഞെട്ടി മാത്രം ഒന്ന് കളഞ്ഞാൽ മതി കേട്ടോ. ഇത് മുറിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇത് നമ്മൾ കറിക്ക് അരിയുന്ന മുളക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് എരിവ് കുറവുള്ളത് വാങ്ങിച്ചാൽ മതി. പക്ഷെ നല്ല രുചിയാണ് കേട്ടോ. എത്ര മുളക് ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. മുളകിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കുക 2 മിനിറ്റ്. അപ്പോഴേക്കും ഞാനിവിടെ 1 കപ്പോളം നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള തൈരായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ അടച്ച് വെച്ചത് കൂടാതെ, എന്നാലാണ് 2 ഭാഗവും നന്നായിട്ട് ഇതുപോലെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ മുളക് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോവൊന്നും വേണ്ട കേട്ടോ. നമുക്കിതിങ്ങനെ ചോറിലിങ്ങനെ കൂട്ടി കഴിക്കാൻ പാകത്തിന് ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കിംഗ് ഇല്ല കേട്ടോ. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും തന്നെ ഇല്ല. ഇനി ഞാനിവിടെ തൈര്, ഈ ചൂടിൽ തന്നെ നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇത് നല്ല ചൂടിലിരിക്കുമ്പോൾ, തിളച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും തൈര് ഒഴിച്ചു കൊടുക്കരുത്. ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ തൈര് ചൂടാവും തോറും ഇതിങ്ങനെ ലൂസായി വരും. നമ്മളിപ്പോൾ കട്ടി തൈരല്ലേ ചേർത്ത് കൊടുത്തത്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കിയ അപ്പം തന്നെ കഴിക്കാൻ അത്ര ഒരു രുചി ഉണ്ടാവില്ല. ഇതിന് ഈ മുളകിൻ്റെ ഉള്ളിലൊക്കെ ഈ പുളിയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല രുചിയുള്ളത്. ഇത് സദ്യക്കൊപ്പമാണെങ്കിലും പിന്നെ പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ സദ്യയിലും അതല്ലാതെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ളത്. നമുക്കിത് നോക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക കേട്ടോ. നമ്മൾ ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ മുളകൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അധികം എരിവില്ലാത്ത മുളകായിരിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ